ഞാനിപ്പോൾ ഉള്ളത് പൂവാറന്തോട് കല്ലമ്പുല ഡ്രീം മേക്കേഴ്സ് ഹോം സ്റ്റേയിലാണ്. എൻ്റെ കൂടെ ഉള്ളത് ഡ്രീം മേക്കേഴ്സിലെ ഇതിൻ്റെ ഓണറും കൂടെയാണ്, ഓണറുടെ വൈഫ്, രണ്ടുപേരും കൂടെയാണ് ഈ സംഭവം നടത്തുന്നത്. ജിഷ എന്നാണ് പേര്. പക്ഷേ പുള്ളിക്കാരത്തി ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ജിഷ? നമുക്കിന്നൊരു പനീർ ഉണ്ടാക്കിയാലോ? അതെ, പനീറാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും കടയിൽ നിന്ന് വാങ്ങുന്ന പനീറല്ലേ, നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി കാണിച്ചു തരും ജിഷ ഇന്ന് നമുക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞേ? അതിന് നമുക്ക് പാലും ചെറുനാരങ്ങ നീരും അത്രേ ആവശ്യമുള്ളൂ. ഈ രണ്ട് സാധനം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഉണ്ടാക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പം നമ്മൾ 2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് പാത്രത്തിലേക്ക് പാലൊഴിക്കാം. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ലിറ്റർ പാലാണ്. ജിഷ, 2 ലിറ്റർ പാലിൽ നമുക്ക് എത്ര പനീർ കിട്ടും? 1 ലിറ്റർ പാലിന് നമുക്കൊരു പാലിൻ്റെ 50% വെള്ളമാണ്. അപ്പോൾ ഒരു 20% സോളിഡ് ഉള്ളൂ. അപ്പം നമുക്ക് 20% 200 ഗ്രാം കിട്ടില്ല. ഒരു 150 ഗ്രാം 170 ഗ്രാം ഒക്കെ കിട്ടുള്ളൂ മാക്സിമം. 1 ലിറ്ററിൽ നിന്ന് 150 ഗ്രാം സാധനം കിട്ടും. അതുപോലെ നമുക്ക് നല്ല സാധനം കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നല്ല പോലെ തിളക്കിയ പാല്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ പാല് തിളയ്ക്കുന്ന സമയത്തേ ജിഷ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് അറിയണമല്ലോ. ഡ്രീം മേക്കേഴ്സ് എന്ന് പറയുന്ന ഈ ഹോം സ്റ്റേ, ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ആദ്യം തന്നെ കൈപുണ്യം കേട്ടോ, അതാണ് മെയിൻ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? എന്തൊക്കെയാ എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുക? ഫുഡാണെങ്കിൽ നമ്മൾ വെൽക്കം ഡ്രിങ്ക്, പിന്നെ ഈവനിങ് ടീ, സ്നാക്സ്, പിന്നെ ഡിന്നർ, പിന്നെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചെക്ക് ഇൻ ടൈം. ഒരു 12 മണി ഒക്കെ ആകുമ്പോൾ ചെക്ക് ഔട്ടും. ഇൻ കേസ് നമുക്ക് ലഞ്ച് വേണ്ടവരാണെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് കൂടെ കൊടുക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ബുക്ക് ചെയ്യാതെ നമ്മൾ ആളെ സ്വീകരിക്കുന്നത്. നേരത്തെ ബുക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ ആളെ എടുക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മഡ് ഹൗസ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇതുപോലെ തന്നെ ഇത് താഴെ നമുക്ക് മഡ് ഹൗസ് ഉണ്ട്. അടിപൊളിയാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജിഷയുടെ കൈപുണ്യം തന്നെയാണ് മെയിൻ. ഈ വരുന്ന വെൽക്കം ഡ്രിങ്ക് ആണെങ്കിലും മറ്റു ഫുഡുകളൊക്കെ ആണെങ്കിലും നാച്ചുറലായിട്ടുള്ള, നിങ്ങൾ വലിയ ഗംഭീരം പ്രതീക്ഷ വരരുത്. അങ്ങനെയല്ല, നമ്മൾ മാക്സിമം ഇവിടെ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട്, ഇവിടെ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ആണ് നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഉൾപ്പെടെ എല്ലാം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയാണ്. അതെ, ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത സാധനം എന്ന് പറയാനൊന്നുമില്ല, ഇവിടെ എല്ലാം ഉണ്ട്. ക്യാരറ്റ് മുതൽ ബീട്രൂട്ട് മുതൽ സവാള മുതൽ പിന്നെ പശു, പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും സ്ട്രോബെറിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള പൂവാറന്തോടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ക്ലൈമറ്റാണ്, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആവശ്യം പോലെ പറമ്പുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ. ജിഷ നല്ല ഒരു കർഷകയും കൂടിയാണ് കേട്ടോ. വേറെ എന്തൊക്കെയോ ഒരുപാട് പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുന്ന ആളാവെന്ന് പറഞ്ഞേ. പാല് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ കേൾക്കാമല്ലോ. നമ്മളിപ്പം പൂവാറന്തോടിനെ പറ്റി അല്ലെങ്കിൽ കൂടരഞ്ഞിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഒരു വനിതാ ടൂറിസം ക്ലബ്ബ്, കൂടരഞ്ഞി വനിതാ ഉത്തരവാദിത്ത ടൂറിസം ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു ടൂറിസം ക്ലബ്ബ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയാം. റിൻസി അതിൻ്റെ ഒരു മെമ്പറാണ്. അപ്പോൾ നമ്മൾ ഓരോരോ കഴിഞ്ഞ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്തു. എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായി. ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾ ഒരു ഇവിടെ ഉള്ള റിസോർട്ട് ഓണേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു കുടുംബ കൂട്ടായ്മ. അതിലേക്ക് ഞങ്ങളുടെ ഫുഡായിരുന്നു ഞങ്ങൾ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീം, 20 പേരടങ്ങുന്ന ടീമാണ് നമുക്കുള്ളത്. അതിനകത്തുനിന്നും കുക്കിംഗ് താല്പര്യമുള്ള കുറച്ച് പേര് വന്നിട്ട് ഞങ്ങൾ നല്ലപോലെ കുക്ക് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കൊരു ചെറിയ വരുമാനം, വരുമാനവും കിട്ടി. അത് എടുത്തു പറയേണ്ട കാര്യമാണല്ലോ, തന്നെയാണല്ലോ. അതെ അതെ, സ്ത്രീകൾക്ക് അതാണ് നമ്മുടെ ഉദ്ദേശം, സ്ത്രീകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ. അതെ, സ്ത്രീകളെ ഒരു എന്താ പറയുക, ഒരു തനിയെ വരുമാനം ഉണ്ടാക്കി ഒരു മെയിൻ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രവർത്തന മേഖലയും കൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കണ്ടോ, ഇതാ
തിളച്ചുകൊണ്ടിരിക്കും, നല്ല പോലെ വെട്ടി തിളക്കണം അല്ലേ? തിളങ്ങണം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി നാരങ്ങാനീര് ചേർക്കാം. ഇതൊന്ന് പിരിച്ചെടുക്കണം. നല്ല പോലെ തിളച്ച പാലിനകത്ത് നാരങ്ങാനീര് ഒഴിക്കുക. ഇത് 2 നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിക്കുക, പാലിനെ ഒന്ന് പിരിച്ചെടുക്കുക. ഈ ഫുൾ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇളക്കുക, അപ്പൊ പാല് പിരിഞ്ഞോളൂ. പാലിതാ പിരിഞ്ഞു വരുന്നുണ്ട്. നന്നായി പിരിഞ്ഞ ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കണം. ഇതാ കണ്ടോ, വെള്ളം വേറെ, പിന്നെ മിൽക്ക് സോളിഡ്സ് വേറെ ആയിട്ട് കണ്ട. സ്റ്റവ് ഓഫ് ചെയ്യാണ്. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിക്കുന്നത് അടിയിൽ ഒരു അരിപ്പ വെച്ചു, അതിന്റെ പുറത്ത് നല്ല ഒരു തുണി എടുത്ത് ഇട്ടു, കോട്ടൺ തുണി. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു വെയിറ്റ് വെച്ച് ഇതിൻ്റെ വെള്ളം കളയണം. നമ്മൾ നാച്ചുറൽ രീതി തന്നെ വെച്ചേക്കുന്നത് കേട്ടോ, കല്ല എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പം നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രസ് ആയി ഇതിലെ വെള്ളം കംപ്ലീറ്റ് പോയിട്ട് പനീറായിട്ട് വരും. ഇതാണ് ഇന്നലെ ഉണ്ടാക്കി വെച്ച പനീറാണ്. നമ്മൾ 8 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടാക്കാം. അതെ അതെ. എന്തൊക്കെയാ ജിഷ? പൊള്ളിക്കാം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം, പനീർ ചില്ലി ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതെ, അങ്ങനെ പല പല ഐറ്റംസ്, ബാർബിക്യൂ ചെയ്യാം. അതെ, പല ഐറ്റംസ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പനീറാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഹോം സ്റ്റേയെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും വിളിച്ച് വരാൻ താല്പര്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക. ഇതുപോലെ നല്ല പ്രകൃതി മനോഹരമായ കാഴ്ചകളും കണ്ട് നല്ല ഫുഡൊക്കെ അടിച്ച് പോവാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.